സുനിലിന് ഇത്തത്തെ കാറ്റുണ്ടായിട്ട് പോവാത്തെ? പൊക്കോളും, കാറ്റ് ശരിക്കും വരട്ടെ. ഊതി കൊടുത്താലോ? ഈ ഊതിയാലൊന്നോ പോലടാ, അതിന് പഠിച്ചോൻ തന്നെ ഊതണം. അന്നാ പഠിച്ചോനോട് ഊതാൻ പറയും. ഇതെന്ത് പഠിച്ചോനാ? ഞങ്ങൾ തോണി ഇറക്കി കാണുന്നില്ലേ? സുനേന, ഇവിടെ ഇങ്ങനെ ഒറ്റക്ക് നിൽക്കണ്ട. വെക്കുന്ന നല്ല കാറ്റ് വരുന്നുണ്ട്, വേഗം വീട്ടിലേക്ക് പോ. ഇങ്ങോട്ട് കയറിക്കോ, ഞാൻ കൊണ്ടുവിടാം. ഉറങ്ങിയോ? ഞാൻ മൂളുവോ? ശേഖരൻ മാഷിന്റെ സൈക്കിളിന് എന്ത് സ്പീഡാല്ലേ? നേരാ, കാറ്റിന്റെ സ്പീഡും സൈക്കിളിന്റെ സ്പീഡും എല്ലാം കൂടി അതാണ് ഞാൻ പേടിച്ചു പോയി. ഇത്താത്തങ്ങോട് നീങ്ങി കിടക്ക, എനിക്ക് പേടിയാവുന്നു. ഇനി ഞാൻ നീങ്ങി കിടന്ന് ഈ താഴേക്ക് പോവും. താഴത്ത് ബാപ്പ കിടക്കണ്ട്. ബാപ്പ എപ്പോഴാ കട്ടിലിന്ന് വീണേ? കാറ്റടിക്കുമ്പോ ഈ വീട്ടിൽ മുണ്ടാൻ പാടില്ലേ താത്ത? പേടിക്കണ്ട മാഷേ, ഞാനാണ് ഹെഡ് മാഷ്. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. സ്കൂൾ വരെ പോയി നോക്കിയാലോ? ഈ കാറ്റത്തോ? വേണ്ട. തെക്ക് കിഴക്കുന്ന ഉത്ഭവം പടിഞ്ഞാറോട്ട് അങ്ങനെ പറക്കുക. സ്കൂളിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ 1ാം ക്ലാസിന്റെ ഷെഡ് വീഴുന്ന ഉറപ്പാ. വീഴട്ടെ, വീണാ സർക്കാർ കെട്ടിത്തരും. സർക്കാർ ചുഴലിക്കാറ്റിനെയൊക്കെ കഷ്ട, കാറ്റിന് പിന്നെ ഒരു മര്യാദയുണ്ട്. അതേ ശേഖരൻ മാഷ് സൈക്കിൾ പറന്നു. അധികം ദൂരത്തോട്ട് പോവില്ല, രാവിലെ എടുക്കാം. എന്താ മാഷ് തപ്പണ? ഞാനൊരു കത്തിവിടെ വെച്ചിരുന്നു, അത് എങ്ങോട്ടോ പറന്നു. ആരുടെ കത്താ? മാഷൊന്ന് മാറിക്കേ. ആ, ഇത് തന്നെ. നമ്മുടെ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരുന്ന വിഷ്ണു മാഷിന്റെ കത്താണ്. വിഷ്ണുവിന് താമസിക്കാൻ വാടകയ്ക്ക് ഒരു വീട് വേണം. എവിടെ ഇപ്പൊ ഒരു വീട് തപ്പുന്നത്? വീടൊക്കെ കിട്ടും, എന്നാലും ചോദിക്കുക. ഇപ്പൊ ഉള്ളവരൊന്നും പോരാഞ്ഞിട്ട് ഈ കാറ്റിന്റെ ഇടയിലേക്ക് ആ മാഷും കൂടി വരാൻ പോവാ. അതാ സൈക്കിൾ അവിടുന്ന് പറഞ്ഞു. ചെയ്തു കൂട്ടി ഒന്നും പോരാണ്ട് ഞമ്മടെ കാറ്റ് ഇവിടുന്ന് കുറച്ച് ഓടും പറിച്ചോണ്ട് പോയല്ലോ എന്റെ റബ്ബേ. അല്ലാ, എന്റെ കദളിപായം പോയാ. കോഴി മുയിക്കണുണ്ടോടി? മുയിക്കണുണ്ട്. 5 മുട്ട ഇട്ടിട്ടുണ്ട്. 5 എണ്ണ? എന്നാ ഏതോ ഒരുത്തി കാറ്റിന്റെ ഒച്ച കേട്ട് പേടിച്ചിട്ടാവും. ഇന്നലെ 4 എണ്ണ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ലാലിവിടെ എന്തിട്ടില്ല. ഉറങ്ങിക്കോട്ടെ. ഇന്നലത്തെ കാറ്റിന് ഓന്റെ സ്കൂൾ പറന്നങ്ങ് ബദ്രപള്ളിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. ഈ സ്കൂൾ അവിടെ തന്നെ ഉണ്ടോന്ന് അറിഞ്ഞിട്ട് വിളിച്ചാ മതി കേട്ടാ. ഒടയവൻ പണ്ട് തന്റെ ഉറുമാല് കൊടഞ്ഞപ്പോ തെക്കുന്നും വടക്കുന്നും കാറ്റടിച്ച് അത് കേക്കോട്ടും പോവണ്ട് പടിഞ്ഞിട്ടും പോവണ്ട് ഒന്നായി ഞമ്മടിച്ച് ദുനിയാവില് മുഴുവനും കാറ്റടിച്ച്. ഇങ്ങനെ നിലവിളി ചാച്ചക്കം പേടിച്ചെണീക്കും. ഇത്തിരി പോന്നൊരു ദുനിയാവിന്റെ അകത്തുള്ള മുത്തയ നിന്നെയും ചേർത്താണ് ചേരബേ. കൽബിന്റെ സോളിന്റെ സ്നേഹത്തിൻ കൈത്തിരി നിന്നിൽ കെടാതെ ഞാൻ കാത്തുകൊള്ളാറേ.
പൊട്ടണ്ടാ ദാ ചെക്കൻ എണീറ്റ്. എന്റെ മുത്ത് പേടിച്ചാടാ. പെട്ടെന്ന് ഇവിടുന്ന് ഇടി കിട്ടിയത്. ഇടി പെട്ടിയതൊന്നും അല്ലട മുത്തേ. ഇതെല്ലാം കണ്ട സങ്കടം തീർക്കാനെ കൊണ്ട് ഉമ്മ ഒന്ന് പാടിയതാടാ. എന്റെ റബ്ബേ, അന്റെ വാപ്പാന്റെ കുതിരയും വണ്ടി എന്തേടി? അതും കാറ്റ് കൊണ്ടായാ? ഉമ്മ ഇതേത് ലോട്ടാ. ബാപ്പ വണ്ടിയും കൊണ്ട് വെളിച്ചായപ്പോ പോയി. വെളുപ്പിനെ ബാപ്പ പോയി ബദർമുനീറിന്റെ വെള്ള കുതിരനെ കെട്ടിയ പണ്ടിയില്. അല്ല, ബദർമുനീറിന്റെ ചേലിക്ക്. പറപ്പിക്കേ ഉള്ള പൊടി മുഴുവൻ പറപ്പിക്കേ. ഈ വണ്ടിക്കാർക്കൊന്ന് മെല്ലെ പോക്കൂടെ? മാഷെ, അത് പോലീസ് വണ്ടിയാണ്. വാടോ. എന്താണ് സാറേ? ആ കാട്ടുമാക്കാനെ ഇവിടെ അങ്ങ് കണ്ടോടോ അബ്ദുള്ള? ഇല്ല. എന്നാ അവൻ മുങ്ങി. അവന്റെ പരോള് കഴിഞ്ഞിട്ട് 5-6 ദിവസമായി. ഇതുവരെ അവൻ റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടില്ല. എന്നാ അവൻ പരോളിലിറങ്ങി? അത് 2 ആഴ്ചയായി. ഈശ്വര, കുറച്ചു നാളായിട്ട് സമാധാനം ഉണ്ടായിരുന്നതാ. കാറ്റിനെ പിന്നെയും സഹിക്കാം, കാട്ടുമാക്കാനെ സഹിക്കാനാ പാട്. കറങ്ങിത്തിരിഞ്ഞ് ഈ വഴി തന്നെ വരും. കണ്ട അവനെ പൊക്കാൻ ഞാൻ വന്നിരുന്നു പറഞ്ഞേക്ക്. പറയാൻ ചെന്നാലേ കയത്തിന് മേലെ തലയുണ്ടാവില്ല സാറേ. അതുകൊണ്ട് സാറ് തന്നെ പറഞ്ഞേക്ക്. ഈ കാട്ടുമുക്കിൽ വരാൻ തന്നെ ഒരു ദിവസത്തെ പണിയാ. എന്റെ സ്വഭാവം ശരിക്കും അറിയാഞ്ഞിട്ടാ പറഞ്ഞേക്ക്. വണ്ടി കയറോ? ഓ, ആവൂ, വീണിട്ടില്ല അബ്ദുള്ളേ. ഒക്കെ പടച്ചോന്റെ ഹയർ. അങ്ങനെയൊന്നും വീയൂല മാഷെ. സ്കൂള് ഈ നാടിന്റെ നസീബ് തന്നെ സ്കൂളല്ലേ. ആരാത്? ഞാൻ പറഞ്ഞില്ലേ, കാട്ടുമാക്കാന്റെ ആൾക്കാർ ഇവിടൊക്കെ തന്നെ ഉണ്ട്. ഇന്നലെ കാറ്റടിച്ചപ്പോ എല്ലാവരും ഇതിനകത്ത് കേറി കുടിയതാ. കുടിക്കോ? നല്ല ആസിഡിന്റെ മണം. മൂത്ര. അവന്മാര് ക്ലാസ് മുറി നിറച്ചൊഴിച്ചു വെച്ചിട്ടുണ്ട്. ആ, ഒക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളെല്ലാവരും കൂടി ചന്തമുക്കിൽ ചെന്ന് SIയെ നേരിട്ട് കണ്ട് പരാതി കൊടുക്കുക. നാട്ടുകാരെ മുഴുവൻ പേടിപ്പിക്കണ ഈ റൗഡിയെ എത്ര കാലം സഹിക്കുക? ഈ പരാതി കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ആരാണ് പരാതി തന്നതെന്ന് ആ കാട്ടുമാക്കാൻ ചോദിച്ചാൽ SI തന്നെ ഹെഡ്മാസ്റ്റർ പേര് പറഞ്ഞു കൊടുക്കും. എന്റെ പേര് ഞാൻ എഴുതിയിട്ടില്ല. നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് സമർപ്പിക്കുന്ന സങ്കടഹരിജി എന്ന് എഴുതിയിട്ടുള്ളൂ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. പക്ഷേ ജീപ്പ് വീരാൻകുട്ടിക്കാട് ഒരു ഓട്ടം ഉള്ളതാ, പെട്ടെന്ന് ഒന്നൂടെ? വേഗം വരാടോ, എന്തൊരു കട്ടാത് ജീപ്പ് കാണാത്ത മാതിരി. ആ, പിന്നെ നമ്മളവിടെ ചെല്ലുമ്പോഴേ എന്താ ശേഖരമാഷ് വരുന്നില്ലേ? നമ്മൾ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോയാ പോരെ ഹെഡ്മാഷെ? അവൻ 10-35 കേസിലെ പ്രതിയാ. ഈ പരാതി കൊടുത്തത് ഹെഡ്മാഷാന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് നോക്കി ഒരു കുത്തുകുത്തിയിട്ട് അവൻ 36ാമത്തെ കേസിലും പ്രതിയാവും. എന്താ? അല്ല, ഒന്നുമില്ല. അപ്പഴേ കാലത്തെ തനിക്ക് വീരാൻകുട്ടർ ഓട്ടാണെന്നല്ലേ പറഞ്ഞേ. അത് കളയണ്ട, ഞങ്ങൾ ചിലപ്പോ തിരിച്ചു വരാൻ ലേറ്റ് ആയാലോ. ഇത് നാളെ ആയാലും കുഴപ്പമില്ലല്ലോ. എനിക്കൊരു വീട് വാടകയ്ക്ക് വേണമല്ലോ അബ്ദുള്ള. മാഷിക്ക് എന്തിനാണ് വേറെ വീട്? ഏത് മാഷായിട്ട് പണിയ? ശേഖരമാഷ, ഇന്ന് നമുക്ക് ഒരുമിച്ച് വീട്ടിൽ പോവാം. ഹെഡ്മാഷ് പോയിക്കോ, എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട്. വീട് എനിക്കല്ല, വേറെ പുതിയൊരു മാഷ് മാറ്റം കിട്ടി വരുന്നുണ്ട്. എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഒരു വീട് കണ്ടുപിടിച്ചേ പറ്റൂ. അത് ചന്തമുക്കില് കൊപ്ര കച്ചവടമുള്ള ഒരു ഇബ്രാഹിം കുട്ടി ആജി പണിതൊരു വീടുണ്ട്. അത് മൂപ്പരെ മോൾക്ക് വേണ്ടിയിട്ടാണ്. അതിന്റെ വീടിനടുത്താണ്. അത് പറ്റുക? പറ്റാണ്ടെന്താ? പക്ഷെ ഇബ്രാഹിം കുട്ടി ആജിയുടെ മോളെന്ത് ചെയ്യും? അതിന് ഇവിടുത്തെ കാറ്റ് ഭയങ്കര പേടിയാണെന്ന്. അതുകൊണ്ട് ആജിയാർ അത് വാടകയ്ക്ക് കൊടുക്കും. ഈ വരുന്ന മാഷിന് കാറ്റിനെ പേടിയില്ല. അപ്പൊ ആ വീട് കിട്ടും. വെറുതെ പൂട്ടിയിട്ടിരിക്കുന്ന 1-2 കൊല്ലായിട്ട് താക്കോൽ ഇന്നെ ഏൽപ്പിച്ചോണ്ട് ഇടയ്ക്ക് ബ്ലോന്ന് അടിച്ചു വാരി വൃത്തിയാക്കും. ഇതിങ്ങനെ പൂട്ടിയിടണ്ടെന്ന് ഇബ്രാഹിം കുട്ടി ആജിയെ കാണുമ്പോഴൊക്കെ ഞമ്മള് പറയും. എന്നാ പിന്നെ നിങ്ങളോട് വാടകയ്ക്ക് എടുത്തോളൂ ഇന്ന് മൂപ്പര്. സ്വന്തം വീടുള്ളപ്പോ ഞമ്മക്കെന്തേ വാടക വീട്? കേട്ട മാഷേ, ഇന്നോടും കുട്ടികളോടും ബൈക്കിട്ടാ ഇങ്ങേര് ഇങ്ങോട്ട് വന്ന് ഇതിന്റെ അകത്തോട്ട് കയറി കഥാടച്ച് ഒറ്റയിരിപ്പാ. പുതിയ താമസക്കാര് വന്നാ എന്താ ചെയ്യാമെന്ന് അറിയാലോ. വെറുതെ പറയണ മാഷേ, ഇത്തിരി നൊസ് ഉണ്ടെന്നേ ഉള്ളൂ. ആള് പാവാണ്. നൊസ് ഇങ്ങക്കാ? എങ്ങനെയുണ്ട് മാഷേ? പുതിയ മാഷക്ക് പറ്റുവാ? ഇത്രയും നല്ലൊരു വീട് വിഷ്ണു ഒരിക്കലും പ്രതീക്ഷിക്കില്ല. വലിയ വാടക പറയും. വാടകയൊക്കെ നമ്മള് പറഞ്ഞ് ശരിയാക്കാം. പുതിയ താമസക്കാര്? പുതിയൊരു മാസാടി വിഷ്ണു മാഷ്. ഭാര്യയും 2 കുട്ടികളും ഉണ്ട്. മൂത്ത കുട്ടി നമ്മുടെ ഹിലാലും ഒരു പ്രായ, താഴെ ഒരു മോളും. ഇല്ല മാഷേ?
ഭാര്യ ടീച്ചറാ? ഭാര്യ ടീച്ചറാണോ മാഷേ? ടീച്ചറല്ല, വിഷ്ണു കുറച്ചു കാലം അങ്ങ് തെക്കൊരു സ്ഥലത്ത് മാഷായിട്ട് ജോലി നോക്കിയിരുന്നു. അവിടെ വെച്ച് കണ്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ചത്. പുതിയ മാഷ് തല്ലുന്ന മാഷാണോ താത്ത? തല്ലണ മാഷാണെങ്കിൽ ബാപ്പ വീട് വാടകയ്ക്ക് വാങ്ങി കൊടുക്കൂല. മാഷിന്റെ ഭാര്യ ടീച്ചറാണോ അമ്മ? ടീച്ചറല്ലാന്ന്. മാഷ് സ്കൂളിൽ പോയാ ആ കുട്ടി ഇവിടെ കാണും. ഉമ്മ, അവരുടെ പേരെന്താ? പ്രിയംവദ. വരൂ. പെട്ടിയും വേഗം അവിടെ വെച്ചോളൂ. പ്രിയമതേ, ഹസ്ബൻഡും കുട്ടികളും വന്നിട്ടുണ്ട്. അമ്മേ, കാലത്ത് മുതല് നോക്കിയിരിക്കായിരുന്നു ഞാൻ. പെർമിഷൻ കിട്ടാൻ വൈകി. കുറെ നേരം പുറത്തിരിക്കേണ്ടി വന്നു. എന്റെ മക്കൾ വല്ലതും കഴിച്ചോ? അച്ഛൻ ചായയും പഴവും വാങ്ങിച്ചു തന്നു. അച്ഛൻ ഒന്നും കഴിച്ചില്ല. അമ്മ കഴിച്ചോ? അമ്മ കഴിച്ചു. പനി മാറിയോ? കത്തിലെഴുതിയിരുന്നു. 1-2 ദിവസം പനിച്ചു. ഇപ്പം മാറി. ചുമയോ? ഇടയ്ക്കുണ്ട്. സാരല്ല വിഷ്ണുട്ടാ. വിഷ്ണുട്ടിനും മക്കളും വന്നല്ലോ. കണ്ടിട്ട് കുറച്ച് നാളായി എൻ്റെ വിഷമം കൂടുതലും. 3-4 ദിവസമായിട്ട് എന്നും മക്കളെ സ്വപ്നം കാണാം. തനിച്ചെന്നെ കാണാൻ വന്നിരിക്കണു. ഉണ്ണിയും മായമോളും എത്ര പറഞ്ഞിട്ടും തിരിച്ചു പോകാതെ ഈ കമ്പിയിൽ മുഖം അമർത്തി കരയ രണ്ടുപേരും. വിഷ്ണുവിനോട്ട് കാണാനുമില്ല. വല്ലാണ്ട് പേടിയായി. ഓരോന്നോർത്ത് കിടന്നിട്ടോ? അമ്മ പേടിക്കണ്ട, അച്ഛൻ ഞങ്ങളെ നന്നായി നോക്കുന്നുണ്ട്. അമ്മയ്ക്ക് അറിയാം മോനെ. അച്ഛനെ മക്കളും നന്നായി നോക്കണം. ഞങ്ങളും നോക്കുന്നുണ്ട്. അച്ഛൻ ചോറുണ്ടാക്കുമ്പോ ഉണ്ണിയേട്ടൻ പാത്രം കഴുകും, ഞാൻ ഗ്ലാസും കഴുകും. ഇന്നാവശ്യം എന്റെ ഗ്ലാസ് വീണ് പൊട്ടി അല്ലേ ഉണ്ണിയേട്ടാ? എന്നിട്ട് അച്ഛമ്മോളെ വഴക്ക് പറഞ്ഞോ? അച്ഛനൊരു ഉമ്മന്ന് സാരില്ലാന്ന് പറഞ്ഞു. എപ്പോഴാ പോണേ പുതിയ സ്ഥലത്തേക്ക്? നേരെ പോയി. പെട്ടി സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ ഒരു ശേഖര മാഷിലാരും ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു വീട് ശരിയാക്കാൻ എഴുതിയിട്ടുണ്ട് മാഷ്ക്ക്. ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ടാവാം. ഒരുപാട് ദൂരമുണ്ട് ഇവിടുന്ന്? പോണം കുറെ. ഇനി എപ്പോഴാ വരിക മക്കളെയും കൊണ്ട്? എപ്പോഴും വരണമെന്ന് പറഞ്ഞു ആ സൂപ്രണ്ട് വഴക്ക. എന്നാലും വരും, എപ്പോഴും വരും. അവിടുത്തെ ആൾക്കാരൊക്കെ എന്നെ അന്വേഷിച്ച് എന്താ പറയാ? അമ്മ ജയിലിലാണെന്നറിയുമ്പോ അവർക്കൊക്കെ എന്റെ മക്കളോട്. ഇല്ല, ശേഖര മാഷ്കല്ലാതെ അവിടെ ആർക്കും എന്നെ പരിചയം ഉണ്ടാവില്ല. നീ എവിടെയാണെന്ന് ആരെ അറിയിക്കാഞ്ഞ പോലെ മക്കളും പറയില്ല.
എന്തെങ്കിലും കള്ളം പറഞ്ഞാ മതി. ഇല്ലെങ്കിൽ എന്റെ മക്കൾക്ക് അമ്മയില്ല എന്ന് പറഞ്ഞാ മതി. കരഞ്ഞു വെറുതെ മക്കളെ വിഷമിപ്പിക്കല്ലേ. അമ്മ കരയല്ലേ. ഇല്ല മക്കളെ, അമ്മ കരയണില്ല. മതി, സമയായി. ബാക്കി ഇനി അടുത്ത പ്രാവശ്യം ആവാം. ഇടയ്ക്കിടയ്ക്കുള്ളതല്ലേ. വിഷ്ണുട്ട് പൊക്കോ, മക്കൾ പൊയ്ക്കോ. ഉണ്ണി നന്നായിട്ട് പഠിക്കണം കേട്ടോ. മോള് വികൃതി അടിച്ച് അച്ഛനെ വിഷമിപ്പിക്കരുത്. വിഷ്ണുട്ട പോണ വഴിക്ക് മോൾക്ക് കുപ്പിയോടെ വാങ്ങിക്കൊടുക്കണേ. ഉണ്ണിക്ക് കളർ പെൻസിലും ഡ്രോയിങ് ബുക്കും. മതി, നിർത്തി എണീക്ക്.